നമസ്കാരം. ഞാൻ മംഗലം സഞ്ജയൻ ഹരിപ്പാട്. കർമ്മഫലവും ജ്യോതിഷവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കർമ്മഫലം നമ്മളിപ്പോൾ സാധാരണയായി ജ്യോതിഷം നോക്കുമ്പോൾ ജ്യോതിഷത്തിലൂടെ നോക്കിയിട്ട് ഈ ജന്മത്തിലെ ദോഷഫലങ്ങൾ വന്നു ഭവിച്ചതും അല്ലാത്തതുമായ മറ്റുള്ളവർ നമ്മൾക്കുണ്ടാക്കി വെച്ചത് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. മറ്റുള്ളവരിൽ നിന്നുണ്ടായ ദോഷഫലങ്ങൾ, മറ്റുള്ളവരുടെ പ്രവൃത്തികളിൽ നിന്നുണ്ടായ ഫലങ്ങൾ, ഈ ജന്മത്തിലെ നമ്മളുടേതായ പ്രവൃത്തിയുടെ ഫലങ്ങൾ, കൂടാതെ ഗ്രഹങ്ങളുടെ മാറ്റത്താൽ ഉണ്ടായ ഫലങ്ങൾ, ദശാപഹാരങ്ങളുടെ ഫലങ്ങൾ, ഇങ്ങനെയുള്ള ചാരവശാലുള്ള എല്ലാ ഫലങ്ങളും ഇതെല്ലാം അതിനകത്ത് വരും. ഇങ്ങനെ മാത്രമാണ് പറയാറുള്ളത്. എന്നാൽ അതിനപ്പുറത്തേക്ക് പൂർവ്വജന്മാർജിതമായ കർമ്മഫലം നമ്മളെ ബാധിക്കുന്നത് എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ചൊരു ഗവേഷണം തന്നെ അനിവാര്യമാണ്. പലപ്പോഴും ആധുനിക ജ്യോതിഷത്തിൽ ആധുനിക ജ്യോതിഷം എന്നൊരു ശാഖയില്ല. നിലവിൽ ജ്യോതിഷം ഉപയോഗിക്കുന്ന ശൈലികളിലൂടെ നോക്കുമ്പോൾ അങ്ങനെ പൂർവ്വജന്മാർജിതമായ കർമ്മങ്ങളുടെ ഫലത്താൽ പ്രവൃത്തികളുടെ ഫലം എങ്ങനെയാണ് അനുഭവിക്കുന്നത്, അതെങ്ങനെയാണ് ഈ ജന്മത്തിൽ പ്രാവർത്തികമാകുന്നത് എന്നതിനെക്കുറിച്ച് അത്ര വലിയൊരു വിശദീകരണവും പരിഹാരങ്ങളും ചെയ്യുന്നതായി കാണുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് പലപ്പോഴും ബാഹ്യമായ പലവിധ തിരക്കുകളും ജനങ്ങളുടെ അതിനോടുള്ള ആവശ്യവും ഒക്കെ അനുസരിച്ചാണ് അതിനെ കുറേയൊക്കെ മുന്നോട്ട് നയിക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. കർമ്മഫലം എങ്ങനെ ബാധിക്കും? നമ്മളുടെ ഈ ജന്മത്തിലെ പ്രവർത്തികളുടെ ഫലമല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം ഭൂരിപക്ഷം അനുഭവിക്കുന്നത്. ഇപ്പോൾ ഒരാളിൽ നിന്നൊരു ദോഷഫലം ഉണ്ടായി, അകാരണമായി ഒരു ബന്ധു എനിക്ക് ശത്രുവായി, അതിന് കാരണം എൻ്റെ കർമ്മഫലമായിരിക്കാം. ഇപ്പോൾ നിലവിലുള്ള ജ്യോതിഷികൾ സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ എനിക്ക് ശത്രുവായി എന്ന് വയ്ക്കുക. അപ്പോൾ ഒരാൾ വന്ന് പറയുന്ന ഒരു പൃച്ഛകൻ വന്ന് ജ്യോത്സ്യരോട് പറയുകയാണ്, എൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു, എനിക്ക് ശത്രുവാകുന്നു, അല്ലെങ്കിൽ അത് കണ്ടെത്തി എങ്കിൽ അതിനൊരു ഈ കാലയളവിലെ ഒരു കാരണമുണ്ട്, അവരെന്തുകൊണ്ട് ശത്രുവായി, അല്ലെങ്കിൽ അത് ബാഹ്യമായ കാരണമാകാം. ജ്യോതിഷത്തിനും സാധാരണയായിട്ട് അവർ തമ്മിൽ വഴക്കിട്ടു, മറ്റെന്തെങ്കിലും സംശയമുണ്ടായി എന്നൊക്കെ ആയിരിക്കാം. നമ്മുടെ എല്ലാ തരത്തിലുള്ള ദോഷഫലങ്ങളും ഗ്രഹങ്ങളെക്കുറിച്ച് അപഗ്രഥിച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോഴും അവിടെ പൂർവ്വജന്മാർജിതമായ സഞ്ചിത കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. അത് പലപ്പോഴും നമ്മൾ ഈ ജന്മത്തിലെ ഒരു ബാഹ്യമായ കാരണം, അല്ലെങ്കിൽ ഈ കാലയളവിൽ ഉണ്ടായ വിഷയത്തിനുള്ള ബാഹ്യമായ കാരണം കണ്ടെത്തി കൃത്യമായി പ്രവചിച്ച് അതിന് പരിഹാരം ചെയ്താലും ആ ബാഹ്യമായ കാരണം ഈ ജന്മത്തിൽ ഉണ്ടായതിന് കാരണമായി പൂർവ്വജന്മത്തിലൊരു കാരണമുണ്ട്, ഒരു സംഭവമുണ്ട്. ആ സംഭവത്തിനാണ് നമ്മൾ പരിഹാരം ചെയ്യേണ്ടത്. ആ സംഭവം അന്നുണ്ടാക്കിയ മാനസിക ചലനങ്ങൾ, ആന്തരിക ചലനങ്ങൾ, ഇവയ്ക്ക് ആണ് പരിഹാരം നാം നിർദ്ദേശിക്കേണ്ടത്. അപ്പോഴാണ് അതിനൊരു സൂക്ഷ്മമായ പരിഹാരമാകുന്നത്. ഇപ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് ശത്രുവായി, അതിന് കുറച്ച് ബാഹ്യ കാരണങ്ങൾ കാണും, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ ചേരാത്തതിനാലുള്ള കാരണമാകാം, ഷഷ്ടാഷ്ടമ ദോഷം വന്നതിനാലുള്ള കാരണങ്ങളാകാം. ഇങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെ വിരുദ്ധമായ ഒരു കാരണത്താലാണ് ഇപ്പോൾ ശത്രുതയുണ്ടായെങ്കിൽ ഈ വിരുദ്ധത ജനിക്കാൻ കാരണമായി പൂർവ്വജന്മത്തിൽ ചില ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ കണ്ടെത്തിയിട്ട് അതിന് പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. അവിടെയാണ് നമ്മൾ 9-ാം ഭാവത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുക്കുന്നത്. ഏതൊരു ഗ്രഹനിലയിലും 9-ാം ഭാവം കൊണ്ടാണ് ആ വിഷയം ചിന്തിക്കേണ്ടത്. 9ൻ്റെ 9 ഇങ്ങനെ വരും. അപ്പോൾ 5, 9 രാശികൾക്ക് പ്രാധാന്യം വരുവാണ്. അപ്പോൾ 5, 9 രാശികൾ 9-ാം രാശിക്ക് പ്രാധാന്യം, 5-ാം രാശി 9-ാം ഭാവത്തിന് പ്രാധാന്യം, 5-ാം ഭാവത്തിന് പ്രാധാന്യം, ലഗ്നത്തിന് പ്രാധാന്യം, അങ്ങനെ 5-ാം ഭാവത്തിൻ്റെ 9-ാം ഭാവത്തിൻ്റെ അധിപർക്ക് പ്രാധാന്യം, ആ രാശിയിൽ ആയിരിക്കുന്നവരുടെ എല്ലാം ഇങ്ങനെ ചിന്തിക്കണം. ഓരോ 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് ആര്, 5-ാം ഭാവത്തിൻ്റെ രാശിനാഥൻ ആര്, 5-ാം ഭാവ രാശി ഏത് എന്നുള്ളതെല്ലാം ചിന്തിക്കണം. അങ്ങനെ 9ൻ്റെ 9 ലഗ്നം ഇങ്ങനെയുള്ളതെല്ലാം നോക്കിക്കഴിയുമ്പോഴാണ് നമുക്കത് ലഭ്യമാകുന്നത്. ഇവിടെയാണ് നാഡീ ജ്യോതിഷത്തിൻ്റെ പ്രാധാന്യവും വരുന്നത്. ഇന്ന് നമുക്ക് അതിനും അപ്പുറത്തേക്കാണ് പുരാതനമായിട്ട് പ്രത്യേകിച്ച് തമിഴ് നാടുകളിൽ ജ്യോതിഷം ചെയ്തു വച്ചിരിക്കുന്നത്. ആധുനിക ജ്യോത്സ്യന്മാർ നാഡീ ജ്യോതിഷത്തിൻ്റെ ആ പ്രാധാന്യവും കൂടി കണക്കിലെടുത്തുകൊണ്ട് ജ്യോതിഷത്തിലൂടെ ജ്യോതിഷ മാർഗങ്ങളിലൂടെ പ്രശ്നപരിഹാരം നടത്തിയാൽ അത് ഗുണകരമായിരിക്കും. അവിടെയാണ് നമ്മളുടെ എല്ലാ രഹസ്യങ്ങളും കിടക്കുന്നത്. ഇപ്പോൾ പൂർവ്വജന്മാർജിതമായ ദോഷത്തിന് ഏകദേശം ഒരു 30 വർഷം മുമ്പ് വരെയുള്ള ജ്യോത്സ്യന്മാർ പ്രാധാന്യം കൊടുത്തിരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു 30-40 വർഷം മുമ്പ് വരെയുള്ള ജ്യോത്സ്യന്മാർ
ജ്യോതിഷം നോക്കുമ്പോൾ പരിഹാരം നിർണ്ണയിക്കുന്നതിൽ ഒരുപാട് സമയവും അവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അന്നത്തെ പരിഹാര രീതികൾ കണ്ടിട്ടുള്ളത് കൊണ്ടും അന്നത്തെ പ്രവചന രീതികളിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് കൊണ്ടും എനിക്കിത് പറയാൻ കഴിയുന്നുണ്ട്. എനിക്കിത് ഇങ്ങനെ നിങ്ങളോട് പറയാൻ സാധിക്കുന്നുണ്ട്. കാരണം 9-ാം ഭാവത്തിൻ്റെ പ്രാധാന്യത്തിലൂടെ അതിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ അങ്ങനെയെല്ലാം തന്നെ അത് ജ്യോത്സ്യന്മാർക്കാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ ആവുന്നത്. ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ പൂർവ്വജന്മത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെയാണ് പരിഹാരം. കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു, ഏതായിരുന്നു. അതിൽ നാഡീജ്യോതിഷത്തിലാണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലെ പേരും നാളും മാതാപിതാക്കളുടെ പേരും അന്നത്തെ പ്രവൃത്തികളും തിക്തഫലങ്ങളും എല്ലാം പറയും. എന്നാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന രീതിയിൽ അന്നത്തെ അത്രയും ഇന്ദ്രിയഗോചരമായ കാര്യങ്ങളെ കാണാൻ ശേഷി അല്ലാത്തവരായതിനാൽ, എന്നുവെച്ചാൽ ശേഷിയുള്ളവരല്ല ഇന്നാരും തന്നെ, അങ്ങനെയുള്ള ഈ സ്ഥിതിക്ക് നമുക്ക് അത്രയും സൂക്ഷ്മതയിലേക്ക് പോയില്ല എങ്കിൽ പോലും അവരുടെ പൂർവ്വജന്മ പ്രവൃത്തികളെയും അതിൻ്റെ തിക്തഫലങ്ങളെയും എല്ലാം തിരിച്ചറിയാൻ കഴിയുന്നതാണ്. അതിലൂടെ പരിഹാരം ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളേവരും തന്നെ ജ്യോതിഷം നോക്കുമ്പോൾ പൂർവ്വജന്മാർജിതമായ സഞ്ചിത ഫലങ്ങൾ എന്താണെന്ന് അറിയാൻ ഏതൊരു ജ്യോതിഷിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ശ്രമിക്കേണ്ടതാണ്. അവിടെയും അതിന് ഒരു സൂക്ഷ്മത പോരാ എന്ന് തോന്നുന്ന പക്ഷം നിങ്ങൾ തമിഴ്നാടി ജ്യോതിഷത്തെ അവലംബിക്കേണ്ടതാണ്, ആശ്രയിക്കേണ്ടതാണ്. നമസ്കാരം.